ഏവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു അടിപൊളി വെറൈറ്റി സംഭവം കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത്. സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോ ബാച്ചിലേഴ്സ് ആണ്, തന്നെയാണ്. ഞാനിപ്പോ തന്നെയാണ് കേട്ടോ ഇവിടെ. ഇപ്പൊ ഇതേ തന്നെയാണ്, രാത്രിയാണ് കേട്ടോ. അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ചോറിനാനായിട്ട് വന്നതാണ്. അപ്പൊ ചോറിനാനായിട്ട് നമ്മൾ കുക്കറി ചോറ് വെച്ചു, പക്ഷെ കറി ഒന്നുമില്ല. അപ്പൊ നമ്മൾ തന്നെയൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു വലിയ കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്നെ ഉണ്ടാക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ അവർക്ക് കറി കൊടുക്കാൻ അയ്യോ എന്നെ കറി ഉണ്ടാക്കും എന്ന് വിചാരിക്കുമ്പോൾ അന്നേരം ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് സംഭവം എന്താ പറയാ, ഒരു വലിയ സുഖമൊന്നും ഇല്ലാത്തതെന്ന് വിചാരിക്കരുത്. അടിപൊളി ടേസ്റ്റും വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇന്ന് ഞാൻ ഒരൈറ്റം അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനം ഒരു സാധനം അല്ല കാണിക്കണേ. രണ്ട് മൂന്ന് രീതിയിൽ ഇതിനെ ആക്കി മാറ്റാനും പറ്റും. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വറ്റൽമുളക്, ഉപ്പ്, പുളി, കൊച്ചുള്ളി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് തൈര് ഇരിപ്പുണ്ട്. നമ്മുടെ ഇടികൾ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനി എങ്ങനെയാണ് സെറ്റ് ആക്കി എടുക്കണമെന്ന് കാണാം. അപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് ഈ മുളകും ഉപ്പും പുളിയും ഈ ഉള്ളിയൊക്കെ വെച്ച് നമുക്കൊരു മുളക് ചമ്മന്തി വേണേൽ അരയ്ക്കാം. പക്ഷെ ഈ മുളക് ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് അയ്യോ മുളക് ചമ്മന്തി കൊടുക്കണം, എങ്ങനെ നമ്മൾ മുളക് പൊട്ടിച്ച് കൊടുക്കുമ്പോൾ അതൊരു നല്ലതാണ്. പക്ഷേങ്കിൽ ഒരു മുളക് പൊട്ടിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങ് സിമ്പിൾ ആയിട്ട് തോന്നും, ഈ അവന്റെ മുളക് പൊട്ടിച്ചാൽ കൂടി നമുക്ക് ചോറ് തന്നു പറയും. പക്ഷെ ഇതേ ഐറ്റംസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് കുറച്ചും കൂടെ ക്ലാസ് ആയിട്ട് കൊടുക്കാൻ പറ്റും, കുറച്ചുകൂടെ സ്റ്റൈലായിട്ട് കൊടുക്കാൻ പറ്റും. അവർക്ക് നമ്മൾ എന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രതീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പ്രിപ്പറേഷന്റെ ആദ്യത്തെ ഭാഗമായിട്ട് നമ്മളിത് ഒരു ഫ്രൈങ് പാൻ ആണ് കേട്ടോ അടുപ്പ് വെച്ചിട്ടുള്ളത്. ആ ഫ്രൈങ് പാൻ്റെ അകത്തേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഇത് ഒത്തിരി എണ്ണയൊന്നുമില്ല, കുറച്ച് ഒരു 2 സ്പൂൺ എണ്ണ കാണും അത്രയും. ഒരു 5-6 ചുമന്നുള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചുമന്നുള്ളി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചുമന്നുള്ളി നമ്മൾ പൊളിച്ചിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി, ചൂടാക്കാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ഉള്ളി പയ്യെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ കാര്യമാണ് ഞാൻ കാണിച്ചിരുന്നത്. വറ്റൽമുളക് നമ്മൾ 1, 2, 3, 4, 5, 6 വറ്റൽമുളക്, പിന്നെ ഒരു അര വറ്റൽമുളക് കൂടി ഉണ്ട് കേട്ടോ. ഒരു 6.5 വറ്റൽമുളക്, 6 കൂട്ടിയാൽ മതി. ഒരു 6 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമ്മളിത് ഈ ഓയിലിന്റെ അകത്തേക്ക്, ഉള്ളി എന്ന് മൂക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഫ്രൈ ആയി അങ്ങനെയൊന്നും വേണ്ട. പയ്യെ അതിന്റെ പച്ചച്ചോവ് മാറി ഒന്ന് വാടി തുടങ്ങുന്ന സമയമേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മള് പിന്നെ ഉള്ളിയും കൂടെ ചേർത്ത്, അപ്പൊ ഉള്ളിയും കൂടെ വരും, ഉള്ളിയുടെ കൂടെ നമ്മൾ മുളകും കൂടെ ചേർത്ത്. അപ്പൊ നമ്മുടെ മുളകും കൂടെ വരുമ്പോഴത്തേക്ക് ഉള്ളി വീണ്ടും വീണ്ടും മൂക്കുന്നുണ്ട്, മുളക് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ സമയം നിങ്ങൾ നോക്കിയാൽ വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ കയ്യിലുള്ള സാധനം എന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞൊരു നെല്ലിക്ക വലിപ്പത്തില്, നമ്മുടെ നാടൻ നെല്ലിക്ക കേട്ടോ, ഫോറിൻ നെല്ലിക്കയല്ല, വരവ് നെല്ലിക്കയല്ല, നാടൻ നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിലുള്ള ഒരു ഉണ്ട പുളി, നമ്മുടെ വാളംപുളി, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിന്റെ കൂടെ ഇങ്ങനെ ഇട്ടങ്ങ് മൂപ്പിക്കുക കേട്ടോ. പുളി നമ്മൾ പിച്ചി പറിച്ചിട്ടൊന്നും ഇല്ല. ഈ ഒരു ചൂടി ഇപ്പൊ കണ്ട നമ്മുടെ ഉള്ളി കണ്ടില്ലേ, ഇപ്പൊ ഒരു ബ്രൗൺ കളറിലേക്കായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാവോ? നമ്മളിത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടല്ലോ, ഉപ്പ് നമ്മൾ നേരെ ഈ ഫ്രൈങ് പാൻ്റെ അകത്തേക്ക് തന്നെ അതേ അങ്ങ് ഇട്ട് കൊടുക്കുക കണ്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കണ്ടില്ലേ. അല്ലാതെ ആദ്യം തന്നെ മൂക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മൂപ്പിക്കുമ്പോഴത്തേക്ക് ഉള്ളി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ആദ്യം വാടിയപ്പോൾ തന്നെ നമ്മൾ മുളക് ഇട്ടിട്ടത്. ഇപ്പൊ ഇത് എല്ലാം ഏകദേശം നമ്മൾ ചുട്ടെടുത്തൊരു പരുവത്തിലേക്ക് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പുളിയും ഉപ്പും ഉള്ളിയും വറ്റൽമുളകും എല്ലാം നമ്മൾ ഫ്രൈങ് പാൻ്റെ അകത്ത് വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. നമ്മളിത് ഈ നമ്മൾ വറുത്ത ഈ സാധനങ്ങളില്ലേ, ഇതെല്ലാം കൂടെ നമ്മളിത് നമ്മുടെ ഇടികല്ലിന്റെ അകത്തേക്ക് ഇടുക കേട്ടോ. അപ്പൊ നമ്മൾ അരകല്ലൊന്നും വേണ്ട ഇതിൻ്റെ അകത്ത്, നമ്മുടെ ഇടികല്ല് മതി. നേരെ നമ്മളിത് ആ എണ്ണയോട് കൂടിയാണ് കേട്ടോ ഇടുന്നത്. ആ എണ്ണയൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ അങ്ങ് വീണാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ അതെല്ലാം കൂടെ നമ്മുടെ ഇടികല്ലിന്റെ അകത്തേക്ക് നമ്മളിത് ഇങ്ങനെ പയ്യെ ചേർക്കാൻ പോവാണ്. ഇത് ഭയങ്കര, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, അസാധ്യ രുചിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ചട്നി. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഒക്കെ ഓർമ്മിപ്പിക്കണം കേട്ടോ.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇടികല്ലിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നമുക്ക് ഇടികല്ല് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇടികല്ലിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അരകല്ലുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല. ഇനി ഇടികല്ലും ഇല്ല അരകല്ലും ഇല്ലെങ്കിലോ മിക്സിയുടെ ജാറിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ പയ്യെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അതും നമുക്ക് പറ്റത്തില്ലെങ്കിലുണ്ടല്ലോ, ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കൈ കൊണ്ട് ഇതങ്ങ് ഞെവിടി എടുക്കണതാണ് ഏറ്റവും ടേസ്റ്റ്. മനസ്സിലായില്ലേ? അങ്ങനെ എടുത്താലും മതി. അപ്പൊ ഇടികളുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും പറ്റാണ്ട് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് കാട്ടിത്തരാവേ, കണ്ടോ? ഈ ഒരു പരുവത്തിൽ കണ്ടോ, ഇപ്പൊ തന്നെ കണ്ടില്ല, അതിന്റെ കളറൊക്കെ കണ്ടോ, ഒരു ഡാർക്ക് കളറിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ കല്ല് ഇങ്ങനെയൊക്കെ ഒന്ന് തിരിച്ച് നമ്മൾ കാണിച്ചു കഴിഞ്ഞുണ്ടല്ലോ, നമുക്ക് നന്നായിട്ട് ഇത് അരഞ്ഞു കിട്ടും നമുക്ക്. അപ്പൊ നമ്മുടേത് ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ഇത് നമ്മൾ ആദ്യം എടുത്ത പാത്രം ഇല്ലേ, ആ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. ഇപ്പൊ ഒരു മുളകിന്റെ ഒക്കെ ഒരു കുത്തലൊക്കെ വരുന്നുണ്ട് കേട്ടോ, മൂപ്പിച്ചുകൊണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കഴിക്കാൻ തോന്നും ചോറിന്റെ കൂടെ. ആ ഒരു വാളംപുളിയും മുളക് ചൂട്ടതും എല്ലാം കൂടെ വന്നിട്ട്. അപ്പൊ ഇതിനെ വേറെ രീതിയിൽ നമ്മൾ സാധാരണ മുളക് ചൂട്ട ചമ്മന്തി അരയ്ക്കത്തില്ലേ, ആ ഒരു രീതിയല്ല കേട്ടോ ഇതിന്. അതിന്റെ രുചി ആ ഒരു രുചിയല്ല ഇതിന്. അപ്പൊ നമ്മൾ കല്ലിന്റെ അകത്തുനിന്ന് നമുക്ക് മൊത്തം ഇങ്ങനെ കോരി ഇതിന്റെ അകത്തേക്ക് മാറ്റാം. നമ്മുടെ തൈര് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. തൈര് കൊണ്ട് ഇനി എന്താ ചെയ്യണമെന്നൊക്കെ കാണിച്ചു തരാവേ. ഇതിന്റെ രൂപം മാറ്റുന്ന എങ്ങനെയാന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ഇതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഉണ്ടല്ലോ, ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കിയല്ലോ, ഇതിന്റെ അകത്തേക്ക് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ചമ്മന്തികൾക്കകത്തൊക്കെ സത്യത്തിൽ നമ്മൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഉപയോഗിക്കും. അപ്പൊ ഇതിൽ നമ്മളിത് വെളിച്ചെണ്ണ നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കാരണം അല്ലെങ്കിൽ നല്ല എരിവുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ കാശ്മീരി മുളകൊന്നും അല്ല, നോർമൽ മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വായിലുണ്ടല്ലോ അറിയാതെ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു. അപ്പൊ നമ്മൾ ലേശം ഉപ്പും കൂടെയൊക്കെ നമ്മൾ ചേർത്ത് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ സാധാരണ നിങ്ങൾ മുളക് ചൂട്ട ചമ്മന്തി കണ്ടിട്ടില്ല, മുളക് ചൂട്ട ചമ്മന്തി പോലെ അല്ലല്ലോ ഇത്. അതിന്റെ ടേസ്റ്റേ അല്ല കേട്ടോ ഇതിന്. അപ്പൊ ഇത് നമ്മളുടെ ഒരു റെസിപ്പി. ഇനി ഇതിന്റെ രൂപം നമുക്ക് മാറ്റാവേ. നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, വെറും മുളക് ചൂട്ട ചമ്മന്തി എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടികൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ അടിപൊളി ചട്നിക്കകത്ത് കുറച്ച് ചട്നി നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്യാൻ പോണെന്നറിയോ? ഇത് നല്ല ചില്ലി ഓയിലൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് കിടക്കുന്നത്, മൂപ്പിച്ചപ്പോഴത്തേക്കും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുക്കുന്നുള്ളൂ കേട്ടോ, കുറച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി ഇതിങ്ങനെ വെച്ചുള്ള ഗുണം എന്താണെന്നറിയോ? ഇത് നമുക്ക് ഇരുന്നോളും ഈ ചട്നി. ഇത് നാളെയോ നാളത്തെ കഴിഞ്ഞോ എത്ര ദിവസം ഇരുന്നാലും ഈ ചട്നി കേടായി പോകത്തില്ല. ഇത് അങ്ങനെ നമുക്ക് വെച്ചേക്കാം. വേണേ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. വേണേ പുറത്ത് വെച്ചാൽ ഈ ചട്നി എടുക്കാൻ പറ്റും. ഇത് ഇച്ചിരി തൊട്ട് നല്ല ചൂട് ചോറും കൂടി അങ്ങ് കഴിച്ചാൽ തന്നെ അടിപൊളിയാണ്. അപ്പൊ രൂപം മാറ്റുന്ന നോക്കാട്ടോ. നമ്മൾ ഈ ചട്നി കുറച്ച് നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്തു. ഞാനൊരു കുഞ്ഞു ചൂറ്റുപാത്രത്തിലേക്കാട്ടോ എടുത്തേക്കണം. കാരണം വെച്ചാൽ എനിക്ക് മാത്രം മതിയല്ലോ. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ തൈര് അങ്ങ് ആഡ് ചെയ്യാൻ പോവാണ് കണ്ടോ. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു വേറൊരു ചാറുകറിയൊക്കെ പോലെ കറി പോലെ, കുറച്ച് കുറുകൻ കറിയില്ല, ആ കറി പോലെ ആക്കി മാറ്റാൻ പറ്റും. കണ്ടില്ലേ? അപ്പൊ തൈര് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ടെക്സ്ചർ മൊത്തത്തിൽ മാറും. അപ്പൊ നമ്മളൊരു ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അവര് വിചാരിക്കും നല്ല അടിപൊളി ഒരു റെസിപ്പി, ഇവര് എത്ര സമയം എടുത്തുണ്ടാക്കിയെന്ന് അവര് വിചാരിക്കും. ആ രീതിയിലേക്ക് മാറും ഇത് നമ്മുടെ ചട്നി, ഇത് നമ്മുടെ അടുത്ത റെസിപ്പി. കണ്ടില്ലേ? അപ്പൊ ഇത് രണ്ടും കൂട്ടിയാണ് ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അപാര രുചിയാണ് കേട്ടോ ഇതിന്റെ രുചി. അപ്പൊ ഇത് മിക്സ് ചെയ്തു കേട്ടോ. ഇനി ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഉണക്കമീൻ, ഒരു ഉണക്കക്കുറിച്ചിയൊക്കെ വറുത്ത കൂടെ ഉണ്ടല്ലോ, ടേസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഉണക്കക്കുറിച്ചിയൊക്കെ വറുത്ത് വെച്ചേക്കുവാണെങ്കിൽ ടിൻ്റെ അകത്ത് വറുത്തങ്ങ് വെച്ചാലും മതി. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒത്തിരി കറികളൊന്നും വേണ്ട. ഇപ്പൊ നോക്കിയേ, എനിക്ക് 3 കറിയായിട്ടോ. ഒരു ഗസ്റ്റ് പരിപാടി കൊടുക്കാനായിട്ട് 3 കറി, ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇത് നമ്മുടെ സ്പെഷ്യൽ ചില്ലി ഓയിലൊക്കെ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന, തൊട്ട് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി വെറൈറ്റി ചട്നി.
മറ്റൊന്ന് ഇതൊരു സ്പെഷ്യൽ കറി പോലെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ നമ്മുടെ റെസിപ്പി. കണ്ടില്ലേ, നല്ല ഒരു ഇച്ചിരി ഗ്രേവി ഒക്കെ കിട്ടണം. ഇനി ഇത്ര എരിവൊന്നും വേണ്ട. ഇത് ഓയിലുള്ളതുകൊണ്ട് അത്ര എരിവ് ഫീൽ ചെയ്യത്തില്ല കേട്ടോ, പുളിയുടെ ഒക്കെ നല്ല പുളിയൊക്കെ ആയിട്ട്. അപ്പൊ ഇതിന് വേറൊരു ടേസ്റ്റ് ആണ് ഇതിന്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിന്റെ അകത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പും 2 സബോളയും കൂടി അരിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതൊരു സലാഡായി. ഓക്കെ, അപ്പൊ ഇത് 3 കൂട്ടാനാണ് ഞാൻ ഈ ഒറ്റ ഇടികല്ലിന്റെ അകത്ത് ഇടിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒപ്പം ഒരു ഉണക്കക്കുറിച്ച് വറുത്തതും കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ ഭക്ഷണം കുശാൽ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്റെ ഇന്നത്തെ ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു വെടിക്ക് 3 പക്ഷി അല്ലെ എന്ന് പറയുന്ന രീതിയിൽ ഒറ്റ ഇടികല്ലിന്റെ അകത്ത് നമ്മൾ ഇടിച്ച ചമ്മന്തി കൊണ്ട് നമ്മൾ 3 രീതിയിലുള്ള കറിയാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് കുറെ ദിവസം ഇരിക്കും കേട്ടോ. നമുക്കിതിങ്ങനെ ഈ ചട്നി ഇങ്ങനെ ഉണ്ടാക്കി നമ്മളൊരു ടിന്നിന്റെ അകത്തേക്ക് അടച്ച് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റീൽ കണ്ടെയ്നറിന്റെ അകത്താക്കി ആക്കി വെച്ചാൽ അവിടെ ഇരുന്നോളും, കേടാകത്തേ ഇല്ല. മനസ്സിലായില്ലേ? നന്നായിട്ട് ഫ്രൈ ചെയ്തല്ലേ എടുക്കുന്നത്, അതുകൊണ്ട് കേടാവത്തില്ല, അവിടെ ഇരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് പുളിയൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊരു പ്രശ്നം സംഭവിക്കില്ല, അങ്ങനെ തന്നെ ഇരിക്കും. നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ഒക്കെ വീണ്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ഇടുന്നതാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു മുളക് ചട്നി സ്പെഷ്യൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ചോറിനാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ശുഭദിനം.